മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. സിനിമയിലെ ചില രംഗങ്ങൾ, കഥാപാത്രങ്ങൾ, സിനിമയുടെ പേര് എല്ലാം തന്നെ അതിന് കാരണമാകാറുണ്ട്. ഇതെന്താ സഫല്യ ഹോസ്പിറ്റൽ എന്ന്? അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സിനിമാക്കാർ സ്വയം തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാറോ മ്യൂട്ട് ചെയ്യാറോ ഉണ്ട്. ആരാടാ നിന്റെ നാട്ടിലൊരു കുര്യൻ? വല്ല പുതിയ പിള്ളേരായിരിക്കും സാറേ. കടുവാക്കുന്നേ കുറുവച്ചൻ, കുരിയാച്ചൻ, കടുവാക്കുന്നേ കുരിയാച്ചൻ. സെൻസർ ബോർഡും ഇത്തരത്തിലുള്ള ചില സിനിമകൾക്ക് കത്രിക വെക്കാറുണ്ട്. അത്തരം സിനിമകളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. നമ്മുടെ മഹാത്മജി കഷ്ടപ്പെട്ട് നമുക്ക് നേടി തന്നിട്ടുണ്ട്. ഉപ്പതിന്നും വെള്ളം കുടിച്ചും തെണ്ടി നടന്നും. പഴയ വീഡിയോയിൽ വന്ന ചില അപ്ഡേറ്റുകളെ കുറിച്ചും വിവാദമായ ചില രംഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. തിയേറ്ററുകളെ ഉത്സവ പറമ്പാക്കി മാറ്റിയ ഒരു റീ റിലീസ് ആയിരുന്നു രാവണ പ്രഭു സിനിമയുടേത്. ആ ഒരു ആഘോഷത്തിനിടയിലും ഞാൻ ഏറെ ശ്രദ്ധിച്ച ഒരു രംഗമായിരുന്നു സിനിമയിലെ ഈ ഒരു രംഗം. വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് പറയും. ഇല്ല, എനിക്ക് പരിചയമില്ലെങ്കിലും. സിനിമയുടെ റീ റിലീസ് വേർഷനിലും ഇങ്ങനെ തന്നെയായിരുന്നു ഈ രംഗം. മോഹൻലാൽ അവിടെ പറയുന്ന ഡയലോഗ് റീ റിലീസ് വേർഷനിലും മ്യൂട്ടാണ്. വെളിയം ഭാർഗവൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ പേരായിരുന്നു അവിടെ ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ദി കിങ് സിനിമയിലും ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞതാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. വീഡിയോയിൽ പലരും എന്തായിരുന്നു ആ ഒരു ഡയലോഗ് എന്ന് കമന്റ് ചെയ്തിരുന്നു. ആ ഒരു ഡയലോഗ് നമുക്ക് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിക്കാൻ ശേഷിയില്ലാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ. മലയോര കോൺഗ്രസ് എന്ന പേരിൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്തതും. 2022 വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രമായിരുന്നു മേപ്പടിയാൻ. ആ സിനിമ ഒരു വിവാദത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പൊളിറ്റിക്സ് ഭൂരിപക്ഷം മലയാളികൾക്കും ഇഷ്ടപ്പെടാത്ത ഒന്നായിരുന്നു. എന്നാൽ അതായിരുന്നില്ല പ്രധാന വിവാദം. സിനിമയിലെ ഒരു രംഗമായിരുന്നു. ഈ രംഗത്തിന് ശേഷം വരുന്ന ആംബുലൻസ് ആയിരുന്നു വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തീവ്ര വലതുപക്ഷ മതരാഷ്ട്രീയക്കാരുടെ സംഘടനയുടെ ആംബുലൻസ് ഉപയോഗിച്ചതായിരുന്നു പലർക്കും പ്രശ്നമായത്. പക്ഷേ ആ സിനിമയിൽ ആ ആംബുലൻസിന് വേണ്ടിയുള്ള പ്രത്യേക ആഡ് പ്ലേസ്മെന്റോ പ്രൊമോഷണൽ ഡയലോഗുകളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു കാരണത്താൽ തന്നെ അതൊരു അനാവശ്യ വിവാദമായിരുന്നു. ആംബുലൻസ് ഫ്രീ ആയി കിട്ടിയത് കൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത്. ഈ ഒരു വിവാദം വന്നപ്പോൾ മറ്റൊരു മത പൊളിറ്റിക്സ് പാർട്ടിയുടെയും ആംബുലൻസ് സിനിമകളിൽ കാണിച്ചിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്. സേവാ പാർട്ടിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസുള്ള എത്ര സിനിമകളുണ്ട്? ഏതാണ് ആ ഒരു സിനിമ? നമുക്ക് ആ സിനിമയെ കുറിച്ച് നോക്കാം. ഒരു മമ്മൂട്ടി സിനിമയെ കുറിച്ചാണ് ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്നത്. 2016 ജോണി ആന്റണി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മമത മോഹൻദാസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തോപ്പിൽ ജോപ്പൻ. ആ ഒരു സിനിമയിലെ ഈ ഒരു ഗാനരംഗത്തിനിടയിലായിരുന്നു ഈ ഒരു ആംബുലൻസ് രംഗം. ഈ രംഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ആംബുലൻസിനെ കുറിച്ച് മാത്രം ആരും തന്നെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ആരും തന്നെ അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ചിലപ്പോൾ ഈ ആംബുലൻസിന്റെ കൂടെ ബാലൻസിങ്ങിനായി മറുപക്ഷക്കാരുടെ ആംബുലൻസ് മറ്റു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് വിവാദമാകാതെ പോയത്. 2016 നിതിൻ രഞ്ജി പണിക്കർ എഴുതി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് കസബ. മലയാള സിനിമയിലെ ഏറ്റവും വിവാദമായ രംഗങ്ങളിലൊന്ന് ആ സിനിമയിലുണ്ടായിരുന്നു. ആ ഒരു രംഗത്തെക്കുറിച്ച് നടി പാർവതി തിരുവോത്ത് പറഞ്ഞതിന് ശേഷം അവർ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധത നിറഞ്ഞ ഒരു രംഗമായിരുന്നു അത്. അത് വളരെ മാസ്സായിട്ടാണ് സിനിമയിൽ കാണിച്ചത്. I'll make it up to you and I bet you will walk wrong for a week. അതിനെതിരെ പ്രതികരിച്ചതിന് കാരണമായി മമ്മൂട്ടി ഫാൻസ് പാർവതിയെ എയറിലാക്കി. പാർവതി പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അതിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. 2025 ശിവപ്രസാദ് സംവിധാനം ചെയ്ത ബേസിൽ ജോസഫ് ചിത്രമാണ് മരണമാസ്. ഈ ഒരു സിനിമയിലെ ചില രംഗങ്ങൾ കാരണം സിനിമയ്ക്ക് വിലക്ക് നേരിട്ടിരുന്നു. ഇന്ത്യയിൽ സിനിമയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുറം രാജ്യങ്ങളിലായിരുന്നു സിനിമ പ്രശ്നങ്ങൾ നേരിട്ടത്. കുവൈത്തിൽ ആ രംഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ടാണ് സിനിമ പ്രദർശിപ്പിച്ചത്. എന്നാൽ സൗദി അറേബ്യയിൽ സിനിമ പൂർണ്ണമായും നിരോധിച്ചു. അതിനെല്ലാം കാരണമായ രംഗം ഇതായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ എന്തൊരു പാട്ട് പാടിയില്ലേ, തലകൾ വെട്ടിക്കൊയ്യണമെന്നോ ചുടു ചോര കൊണ്ടോ, അങ്ങനെ ഒരു പാട്ട്. അത് കേട്ടിട്ട് 3 ദിവസം ഒരു കുട്ടി പനിച്ചു കിടന്നു. ഈ ഒരു രംഗം മാത്രമല്ല, ഈ ഒരു നടി അഭിനയിച്ച എല്ലാ രംഗങ്ങളുമാണ് സിനിമയ്ക്ക് വിലക്ക് വരാൻ കാരണമായത്.
നാദിറ മെഹ്റിൻ എന്ന ട്രാൻസ്ജെൻഡർ വുമൺ ആണ് സിനിമയിൽ അംഗനവാടി ടീച്ചർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതാണ് പലർക്കും പ്രശ്നമായത്. ഹോമോഫോബിക് ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യങ്ങളാണ് അവയെല്ലാം, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതും. 2016 എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. ആ സിനിമയിൽ സാജൻ പള്ളുരുത്തി ഓട്ടോ ഡ്രൈവർ കുമാർ എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ആ കഥാപാത്രത്തോട് ബിജു പറയുന്ന ചില ഡയലോഗുകൾ വിവാദമായിരുന്നു. 2 കാര്യത്തിനാണ് തല്ലുകേറേണ്ടത്. 1, ആ സ്ത്രീയെ പരസ്യമായി നീ കർണത്തടിച്ചു. 2, ഇതേപോലൊരു സാധനത്തെ നീ പ്രേമിച്ചു. ആ സ്ത്രീയെ അപമാനിക്കുന്ന വിധമായിരുന്നു ആ ഡയലോഗുകൾ. പല യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന രീതിയിൽ സിനിമ എടുത്തതിന്റെ പേരിലാണ് എമ്പുരാൻ സിനിമ വിവാദമാകുന്നതും പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നതും പേരുകൾ റീഡപ്പ് ചെയ്യേണ്ടി വന്നതും. സിനിമ റിലീസായ ശേഷമാണ് വിവാദമുണ്ടാകുന്നത്. വിവാദങ്ങളാൽ മോഹൻലാൽ മാപ്പ് പറയുകയും സിനിമയിൽ സ്വമേധയാ 24 മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. സിനിമ പറയുന്ന വിഷയത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്ന വിധം ഒരുപാട് കട്ടുകളാണ് സിനിമയിൽ ഉണ്ടായത്. അതായത് സിനിമയിൽ പല രംഗങ്ങളും വെട്ടി ഒഴിവാക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ സിനിമയിൽ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരത സിനിമ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഗുജറാത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. അതിന്റെ എല്ലാം പ്രധാന സംഭവങ്ങൾ ഒറ്റൊരു സ്ഥലത്തായി നടക്കുന്നത് പോലെയാണ് സിനിമയിൽ കാണിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ള ബജ്രംഗ് ദൾ എന്ന സംഘടന നടത്തിയ നരോദ പാട്യ വംശഹത്യയാണ് സിനിമയിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത്. ആ കൂട്ടക്കൊലയ്ക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്ത ബാബുഭായ് പട്ടേൽ, ബാബു ബജ്രംഗി എന്ന പേരുള്ള വ്യക്തിയെയാണ് സിനിമയിൽ വില്ലനായി കാണിച്ചിരിക്കുന്നത്. ബൽരാജ് പട്ടേൽ എന്നും ബാബ ബജ്രംഗി എന്നുമാണ് ആ കഥാപാത്രത്തിന് സിനിമയിൽ ആദ്യം പേര് നൽകിയതും. ബൽരാജ് പട്ടേൽ ബാബ ബജ്രംഗിയായ ചരിത്രം മുഴുവൻ. ബാബ ബജ്രംഗി എന്നായിരുന്നു സിനിമയിൽ ആദ്യം വില്ലന്റെ പേര്. എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം ആ പേര് മാറ്റി ബാബ ബൽദേവ് എന്നാക്കി മാറ്റി. ബൽരാജ് പട്ടേൽ ബാബ ബൽദേവായ ചരിത്രം മുഴുവൻ എനിക്കറിയാം. സിനിമയുടെ അവസാനം വില്ലന്റെ പേര് ഒരു പത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതും മാറ്റിയിരുന്നു. ബജ്രംഗി മിസ്സിംഗ് എന്നുണ്ടായത് ബൽദേവ് മിസ്സിംഗ് എന്നാക്കി മാറ്റി. സിനിമയിൽ വരുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA പ്രിയദർശിനി രാംദാസിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗം. NIA ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവരുടെ കാറിൽ NIAയുടെ എംബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ റീസെൻസർ ചെയ്ത വേർഷനിൽ ആ എംബ്ലം എടുത്തു മാറ്റുകയും ചെയ്തു. NIA എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മ്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഇന്ത്യ 2002 എന്നായിരുന്നു ആദ്യം എഴുതി കാണിച്ചത്. 2002 ഗുജറാത്ത് കലാപത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയതും. എന്നാൽ പിന്നീട് അത് എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കി മാറ്റി. ഇതുപോലെ പല മാറ്റങ്ങളും എമ്പുരാനിൽ വരുത്തിയിരുന്നു. താങ്ക്സ് കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെയും മറ്റു ചിലരുടെയും പേരുകൾ ഒഴിവാക്കിയിരുന്നു. TV ന്യൂസുകളിൽ കാണിച്ചിരുന്ന പല രംഗങ്ങളും ഒഴിവാക്കിയിരുന്നു. ഇത്തരത്തിൽ വിവാദമായ പല സിനിമാ രംഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. കടുവ സിനിമയിലെ വിവാദ രംഗത്തെക്കുറിച്ചും പൊന്നാമ്പുരം കോട്ട സിനിമയിലെ വിവാദ രംഗത്തെക്കുറിച്ചും എല്ലാം തന്നെ മുമ്പത്തെ എപ്പിസോഡുകൾ നമ്മൾ സംസാരിച്ചിരുന്നു. അവ കാണാൻ ഫസ്റ്റ് കമന്റ് നോക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.